Hi dear learners, I am Shahida. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA ഹിന്ദി ഫസ്റ്റ് സെമസ്റ്ററിലെ ഹിന്ദി സാഹിത്യ का इतिहास ആദികാൽ से രീതികാൽ तक എന്ന ലേണിംഗ് മെറ്റീരിയലിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്തികാലത്തെക്കുറിച്ചാണ് അല്ലേ. ഭക്തികാലത്തെ എങ്ങനെയാണ് ഭക്തികാലത്തിലുണ്ടായ ആന്തോളനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ 4ാമത്തെ യൂണിറ്റിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിർഗുണ ഭക്തി ശാഖ और उनकी പ്രമുഖ വിശേഷതയും, ഇതിലെ നിർഗുണ ഭക്തി ശാഖയും അതിൻ്റെ പ്രമുഖ വിശേഷതകളും എന്തെല്ലാമാണ് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ ഭക്തികാലത്തെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് നിർഗുണ ഭക്തി ശാഖ, ഒന്ന് സഗുണ ഭക്തി ശാഖ. ഇതിലെ നിർഗുണ ഭക്തി ശാഖയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിർഗുണ ഭക്തി സെ പരിചയ പ്രാപ്ത് കർത്താ ഹെ. ഈ പാഠത്തിലൂടെ നമ്മൾ നിർഗുണ ഭക്തി ശാഖ എന്താണെന്ന് നമ്മൾ പരിചയപ്പെടുന്നു. ജ്ഞാൻമാർഗി ശാഖ സെ പരിചയ പ്രാപ്ത് കർത്താ ഹെ. ജ്ഞാനാശ്രയി ശാഖ എന്താണ് എന്ന് പരിചയപ്പെടുന്നു. പ്രേമാർഗി ശാഖ സെ പരിചയ പ്രാപ്ത് കർ. പ്രേമാശ്രയി ശാഖ എന്താണ് എന്ന് പഠിക്കുന്നു. ഭക്തി കാൽ के प्रमुख संत कवियों एवं कृतियों से परिचय प्राप्त करता है. ഭക്തികാലത്തിലെ പ്രമുഖമായ സന്ത് കവികളെ കുറിച്ചും അവയുടെ രചനകളും പരിചയപ്പെടുന്നു. ഭക്തികാൽ के प्रमुख सूफी कवियों और कृतियों से परिचय प्राप्त करता है. ഭക്തികാലത്തെ പ്രമുഖമായ സൂഫി കവികളെ കുറിച്ചും അവരുടെ കൃതികളെ കുറിച്ചും നമ്മൾ പരിചയപ്പെടുന്നു. निर्गुण काव्य दो धाराएं बनाकर प्रवाहित हुई, ज्ञानाश्रयी और प्रेमाश्रयी. ഈ നിർഗുൺ കാവ്യധാരയ്ക്ക് 2 ധാരകളാണുള്ളത്. ഒന്ന് ജ്ഞാനാശ്രയി ധാരയും ഒന്ന് പ്രേമമാർഗി ശാഖയും. ज्ञानमाश्रयी ശാഖ കാവ്യധാരയ്ക്ക് അധികതർ കവി സന്ത്. ജ്ഞാനാശ്രയി കാവ്യധാരയിലുള്ള അധികം കവികളും സന്ത് കവികളായിരുന്നു. അതായത് സന്യാസികൾക്ക് തുല്യമായ ജീവിതം നയിക്കുന്ന സന്ത് കവികളായിരുന്നു. निर्गुण भक्ति धारा में ब्रह्मा के निर्गुण स्वरूप की उपासना के प्रति आग्रह आप व्यक्त किया है. നിർഗുണ ഭക്തി ധാരയിലെ ബ്രഹ്മാവിന്റെ നിർഗുണ രൂപമില്ലാത്ത ബ്രഹ്മാവിനെയാണ് അവർ ആരാധിക്കുന്നത്. निर्गुण कवियों के अनुसार परमात्मा प्रकृति के कण कण में व्याप्त अगोचर रूप है. ഈ നിർഗുണ കവികളുടെ അഭിപ്രായത്തില് ദൈവം, പരമാത്മാ ദൈവം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഓരോ കോണിലുമുള്ള രൂപമില്ലാത്ത ഒന്നിനെയാണ് ദൈവം എന്നാണ് അവര് പ്രകൃതിയുടെ ഓരോ കോണിലുമുണ്ട് എന്നാണ് അവര് പറയുന്നത്. ज्ञानमार्गी शाखा में निर्गुण ब्रह्म की उपासना ज्ञान के माध्यम से प्रस्तावित किया गया है. ജ്ഞാനാശ്രയി ശാഖയിലുള്ള നിർഗുണ ബ്രഹ്മാവിന്റെ ഉപാസന ജ്ഞാൻ കെ മാധ്യം സെ പ്രസ്താവിത് കിയാ ഹെ. അറിവിലൂടെയാണ് ഈ ബ്രഹ്മാവിനെ, ഈ ദൈവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് എന്നാണ് ജ്ഞാനാശ്രയി ശാഖയിലുള്ള വിശ്വാസികൾ വിശ്വസിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്: ज्ञानाश्रयी शाखा में ज्ञान से परमात्मा को पाने का आदर्श प्रचार. ജ്ഞാനാശ്രയി ശാഖയിൽ പറയുന്നത് അറിവിലൂടെയാണ് പരമാത്മാവിനെ പ്രാപിക്കാൻ കഴിയുന്നത്. പ്രേമാശ്രയി शाखा में प्रेम से परमात्मा को पाने का आदर्श प्रचार. പ്രേമാശ്രയി ശാഖയിലാണെങ്കിൽ പ്രേമത്തിലൂടെയാണ് നമ്മൾ ദൈവത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഗുരു കി മഹിമ കാ ഉത്കോഷ്. ഗുരുവിന്റെ മഹിമ ഇവിടെ ഈ ഓരോ രചനകളിലും ഓരോ സിദ്ധാന്തങ്ങളും ഗുരുവിന്റെ മഹിമയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കവിതാമേ രഹസ്യവാദ കാ പ്രയോഗ. കവിതകളിലൊക്കെ രഹസ്യവാദമാണ് കാണുന്നത്. പരമാത്മാ കെ നാമ
സ്മരണിക്ക് ആവശ്യകത, പരമാത്മാവിന്റെ നാമസ്മരണിക്ക് ആവശ്യം. എന്തിനാണ് നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ നാമം സ്മരിക്കുന്നത് എന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. ഹിന്ദു മുസൽമാൻ ഏകതാക്കി അനിവാര്യത പർബർ, ഹിന്ദു മുസ്ലിം ഏകതയുടെ അനിവാര്യത എന്താണ് എന്നതിനെ കുറിച്ചും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നു. നിർഗുൺ ഭക്തി കാവ്യ, निर्गुण भक्ति काव्य, निर्गुण भक्ति काव्य धारा के अंतर्गत उस परमात्मा की भक्ति की गई जो निराकार, सर्वव्यापी, सर्वशक्तिमान है तथा समस्त गुणों से परिपूर्ण है. നിർഗുൺ ഭക്തി കാവ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരമാത്മാവിനെയാണ് നമ്മൾ പൂജിക്കുന്നത്. എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ നിരാകാർ, ആകാരമില്ലാത്തത്, സർവവ്യാപി, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ, സർവശക്തിമാൻ, എല്ലാത്തിനും സർവശക്തിമാനായവൻ, തഥാ സമസ്ത ഗുണം സേ പരി, എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു ദൈവത്തെയാണ് നിർഗുണ ഭക്തി ശാഖയിൽ നമ്മൾ ആരാധിക്കുന്നത്. നിരാകാർ, രൂപഹീൻ, നിരാകാർ എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്തവൻ. ബ്രഹ്മക്കോ വിശ്വാസി കവി നിർഗുൺ കഹലാത്തെ, നിരാകാർ ബ്രഹ്മാവിനെയാണ് ഒരു വിശ്വാസി, നിരാകാർ ഈ ഒരു ശാഖയിൽ ബ്രഹ്മാവിനെയാണ് അവർ രൂപമില്ലാത്ത ദൈവമായി ആരാധിക്കുന്നത്. ഉസ്കെ അനുസാർ പരമാത്മ അഗോചർ, അവരുടെ അഭിപ്രായത്തിൽ പരമാത്മ എന്ന് പറയുന്നത് അഗോചറാണ്, രൂപമില്ലാത്തതാണ്. ജോ പ്രകൃതിക്ക് കൺ കൺമേ വ്യാപ്തി, പ്രകൃതിയുടെ ഓരോ മുക്കിലും മൂലയിലും വ്യാപിച്ചിരിക്കുന്നു. നിർഗുൺ ഭക്തി കാവ്യ ദോ ധാര, നിർഗുൺ ഭക്തിക്ക് 2 ധാരകളാണ് ഉള്ളത്. നിർഗുൺ കാവ്യ ദോ ധാരായം ബൻകർ പ്രവഹിത് ഹുവ, ഒന്ന് ജ്ഞാനാശ്രയി ശാഖയും ഒന്ന് പ്രേമാശ്രയി ശാഖയും. ജ്ഞാനാശ്രയി ശാഖ വ ധാരാക്കെ അധികതർ കവി സന്ത്, ജ്ഞാനാശ്രയി ശാഖയിലുള്ള ഒട്ടുമിക്ക കവികളും സന്ത് കവികളാണ്. സത്ത് രൂപി പരമതത്വ പ്രാപ്ത മഹാലോക് സന്ത് കഹലാത്ത ഹെ, പരമതത്വത്തിന്റെ സത്തമായ സത്തത, അതിന്റെ സത്ത് ആർക്കാണോ ലഭിച്ചു, പരമതത്വത്തിന്റെ സത്ത് ആർക്കാണോ ലഭിച്ചിട്ടുള്ളത് അവരെയാണ് നമ്മൾ സന്ത് എന്ന് പറയുന്നത്. कबीर के सिवा निर्गुण भक्तिधारा के प्रसिद्ध कवियों में नामदेव, रैदास, नानक, दादू दयाल, रजब दास, मालूक दास, सुंदर दास आदि के नाम उल्लेखनीय है. കബീർദാസിനെ കൂടാതെ നിർഗുണ ഭക്തി ശാഖയിലെ മറ്റ് പ്രമുഖരായ കവികളാണ് നാംദേവ്, റൈദാസ്, നാനക് എന്ന് പറഞ്ഞാൽ ഗുരുനാനക്, ദാദു ദയാല്, രജബ് ദാസ്, മാലൂക് ദാസ്, സുന്ദർ ദാസ്, ഇവരൊക്കെ സന്ത് കാവ്യധാരയിലുള്ള പ്രമുഖരായ കവികളാണ്. പ്രേമമാർഗീയ പ്രേമാശ്രയി ധാരാക്ക് അധികാംശ കവി സൂഫി ഫക്കീർ, പ്രേമാശ്രയി ശാഖയിലുള്ള അധികം കവികളും സൂഫി ഫക്കീറുകളാണ്. जिसमें मालिक मोहम्मद जायसी, मंजन, कुतुबन, मुल्ला दाऊद, उस्मान, नूर മുഹമ്മദ്, അസായദ് ആദി പ്രസിദ്ധ. ഇവരിൽ മാലിക് മുഹമ്മദ് ജായ്സി, മഞ്ചൻ, കുത്തുബൻ, മുല്ല ദാവൂദ്, ഉസ്മാൻ, നൂർ മുഹമ്മദ്, അസായത്ത് ഇവരൊക്കെ പ്രമുഖരാണ്. ഏറ്റവും പ്രമുഖനായിട്ടുള്ള പ്രവർത്തകൻ എന്ന് പറയുന്നത് മാലിക് മുഹമ്മദ് ജായ്സിയാണ്. അധികതർ സന്ത് ഔപചാരിക ശിക്ഷാസെ വഞ്ചിതത്, ഇതിലുള്ള സന്ത് കവികളിലെ ഒട്ടുമിക്ക കവികളും ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളവരല്ല. വേ അശിക്ഷിതത, അവർക്ക് അക്ഷരജ്ഞാനം ഇല്ല. ഇസ്ലിയെ ഉൻഹോനെ ബോൽചാൽ കി ഭാഷാമേ ലിഖാ, അതുകൊണ്ട് തന്നെ അവരെന്താണ്, അവർ പറയുന്ന ഏത് ഭാഷയാണോ ആ ഭാഷയിലാണ് രചനകൾ എഴുതിയിരുന്നത്. കബീർ ജൈസെ സന്ത് അധികാംശ സമയം ഘൂംതേ ഫിർതേ, കബീറിനെ പോലെയുള്ള അധികാംശം സന്തുകളും ലോകം ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു അവരുടെ പ്രധാന ഹോബി. इसलिए उनकी भाषा में विविध क्षेत्रों की भाषा शैली पाई जाए, അതുകൊണ്ട് തന്നെ പല ദേശങ്ങളിലും പല ഭാഷകളും അവർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഭാഷയിൽ പലതരത്തിലുള്ള ഭാഷാ ശൈലികൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. കബീർ की ഭാഷയിലെ അവധി, ഗഡി ബോലി, പൂർവ്വ ഹിന്ദി, സംസ്കൃത്, അറബി, ഫാർസി, പഞ്ചാബി, രാജസ്ഥാനി ആദി ഭാഷാവോं का सम्मिश्रित रूप है. അദ്ദേഹത്തിന്റെ ഭാഷയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? അവധി ഉണ്ടായിരുന്നു, ഘടി ബോലി, പൂർവ്വ ഹിന്ദി, സംസ്കൃത്, അറബി, ഫാർസി, പഞ്ചാബി, രാജസ്ഥാനി തുടങ്ങിയ ഒട്ടുമിക്ക ഭാഷകളുടെയും ഒരു സമ്മിശ്രിതമായിരുന്നു കബീറിന്റെ ഭാഷ. ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ സതുക്കടി ഭാഷ എന്നാണ്. ഒരുപാട് ഇതിന്റെ ഒരു ഒരു അവിയൽ പരുവത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷ. അതുകൊണ്ട് തന്നെ അതിനെ സതുക്കടി എന്നാണ് പറഞ്ഞിരുന്നത്. उन्होंने स्थान स्थान पर प्रतीकों और उलट भाषी शैली की
ശൈലി ഭി അപ്നായി ഹെ. പല സ്ഥലങ്ങളിൽ അദ്ദേഹം ചില പ്രതീകങ്ങളും ഉലട്ഭാസി ശൈലിയും ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇസ്ലിയെ കബി കബി ഉൻകി ഭാഷ കഠിൻ പ്രതീത്. ഇതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രതീകങ്ങളും ഉലട്ഭാസി ശൈലിയും ഉള്ളത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. निर्गुण भक्ति का विधारा के अनुसार परमात्मा की भक्ति सर्वव्यापी है. നിർഗുൺ ഭക്തി കാവ്യധാരയുടെ അനുസരിച്ച് ദൈവത്തിന്റെ ഈ പരമാത്മായുടെ ഭക്തി എന്ന് പറഞ്ഞാൽ സർവവ്യാപി, എല്ലായിടത്തും ഈ പരമാത്മ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. നിർഗുൺ ഭക്തി കവിയോമേ രഹസ്യവാദ കാ പ്രയോഗ ഹെ. നിർഗുൺ ഭക്തിയിലുള്ള കവികളിൽ രഹസ്യാത്മകത കാ സ്വഭാവ രചനകൾ എങ്ങനെയുള്ള രഹസ്യാത്മക സ്വഭാവമുള്ള രചനകൾ ആയിരുന്നു. ഇതിന്റെ അവലോകനം. നിർഗുൺ ഭക്തി സാമാന്യതാഹ ജ്ഞാൻ മാർഗസെ ജുടി ഹുയി. നിർഗുൺ ഭക്തി സാമാന്യമായും അറിവിലെ ജ്ഞാൻ മാർഗത്തിലാണ് ചേർന്നിരിക്കുന്നത്. നിർഗുൺ ഭക്തിമേ ഗുരുക്കോ വിശേഷ മഹത്വ ദിയകെ. അറിവിനാണ് അതിൽ പ്രധാനം കൊടുക്കുന്നത്, ഗുരുവിനും അറിവിനും. നിർഗുൺ ഭക്തിമേ ഗുരുക്കോ ഗുരുവിനാണ് ഏറ്റവും ഉത്തമമായ ഒരു സ്ഥാനം അതിൽ കൊടുത്തിട്ടുള്ളത്. നിർഗുൺ ഭക്തിമേ ഈശ്വർക്കോ നിർഗുൺ നിരാകാർ ഘട്ട് വ്യാപി സൂക്ഷ്മമാന ഗയാ ഹെ. നിർഗുൺ ഭക്തിയിൽ ഇത് പൂർവാവൃത്തിയാണ് കേട്ടോ. ആ പൂർവാവൃത്തിയിൽ കുറെ പോയിന്റ്സ് ഉണ്ട്, അതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിർഗുൺ ഭക്തിമേ ഈശ്വർക്കോ നിർഗുൺ നിരാകാർ ഘട്ട് വ്യാപി സൂക്ഷ്മമാന ഭയ. ഈ നിർഗുൺ ഭക്തിധാരയിൽ ഈശ്വരൻ എങ്ങനെയാണ് കാണുന്നത്? നിർഗുൺ, യാതൊരു രൂപമില്ലാത്ത നിരാകാരനായ ഘട്ട് വ്യാപി, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന സൂക്ഷ്മമായതായിട്ടാണ് പറയുന്നത്. നിർഗുണോപാസനാമേ ഭക്തി ആലംബൻ നിരാകാർ ഹെ. ഈ നിർഗുണോപാസനത്തിലെ ഭക്തി എന്ന് പറയുന്നത് ആലംബനാണ്, ആലംബൻ ഭക്തിയാണ് അതിലുള്ള. ഫലദാഹ യഹ് ജനസാധാരണയ്ക്ക് എളിയ ഗ്രാഹ്യ. അതുകൊണ്ട് തന്നെ അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഭക്തി ആയിരുന്നില്ല. നിർഗുൺ ഭക്തി കാ സംബന്ധ സാമാന്യതാഹ ജ്ഞാൻ മാർഗസെ ജോടാ ജാതാ. നിർഗുൺ ഭക്തിയുടെ ബന്ധം എപ്പോഴും അറിവിന്റെ മാർഗത്തിലേക്കാണ് അതിന്റെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇസ് ഭക്തിമേ ഗുരുക്കോ വിശേഷ മഹത്വ പ്രാപ്ത. ഈ ഭക്തിയിൽ എപ്പോഴും പ്രധാന സ്ഥാനമാർക്കാണ് ഗുരുവിനാണ്. निर्गुण एवं निराकार ब्रह्मा से भावात्मक संबंध जोड़कर रहस्यवाद को काव्य में स्थान निर्गुण परंपरा के भक्त कवियों ने दिया. निर्गुण एवं निराकार ब्रह्मा से भावात्मക സംബന്ധം जोड़कर. ഈ ഭക്തിയിൽ നിർഗുണവും നിരാകാരവുമായ ബ്രഹ്മാവിന്റെ ഭാവാത്മകമായ സംബന്ധം ഇതിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ സ്ഥാനം നിർഗുൺ പരമ്പര ഭക്തി കവിയോനെ ദിയ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നിർഗുൺ ഭക്തി പരമ്പര എന്ന് പറയുന്നത്. ईश्वर के नाम की महत्ता पर निर्गुण भक्त कवियों ने भी बल दिया है. ഈശ്വരന്റെ പേരിന്റെ മഹത്വം പോലും ഈ നിർഗുൺ ഭക്തി പരമ്പരയിൽ പറയുന്നുണ്ട്. इस भक्ति में माधुर्य भाव का समावेश होना पर रहस्यवाद का उदय होता. ഈ ഭക്തിയിൽ മാധുര്യ ഭാവത്തിന്റെ സമാവേശം പറയുന്നതോടുകൂടി രഹസ്യവാദത്തിന്റെ ഉദയം കൂടിയാണ് ഈ കാവ്യധാര. नादबंदियों से उन्होंने शून्यवाद गुरु की प्रतिष्ठा योग प्रक्रिया के ग्रहण किया है. ഈ നാദപന്തി നാദസാഹിത്യത്തിൽ കൂടി അവരെന്ത് ചെയ്യുന്നു? നാദപന്തി ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആദ്യകാലത്തിന്റെ കുറച്ച് നാദപന്തികൾ ഇതിലും കുറച്ച് വരുന്നുണ്ട്. അതുപോലെ ശൂന്യവാദ് ഗുരുക്കി, ഇതൊക്കെ നാഥന്മാരിൽ നിന്ന് കടമെടുത്തിട്ടാണ്. ശൂന്യവാദ്, ഗുരുവിന്റെ പ്രതിഷ്ഠ, യോഗ പ്രക്രിയ, ഇതൊക്കെ നിന്നാണ് നമ്മുടെ നാദ സമ്പ്രദായത്തിൽ നിന്നാണ് ഭക്തികാലത്തിലേക്ക് വന്നിരിക്കുന്നത്. संत कवियों ने वैदिक साहित्य वैदिक परंपराओं एवं ब्रह्मचारियों की आलोचना बौद्ध धर्म के प्रभावित से की है. ഈ സന്ത് കവികളിൽ വൈദിക സാഹിത്യത്തിന് വളരെയധികം, പുരാണ സാഹിത്യത്തിന് വളരെയധികം ബന്ധമുണ്ട്. ഇതിൽ വൈദിക പരമ്പരകളും ബ്രഹ്മചര്യകളും അതുപോലെ ബ്രഹ്മചര്യ വ്രതങ്ങളും കുറിച്ചുള്ളതും ബൗദ്ധധർമ്മത്തിന്റെ പ്രഭാവം കൂടി ഇതിൽ ഉണ്ട്. സന്തോംനെ നാം ജബ് പർ വിശേഷ ബന്ധിയ. അവര് ഈ സന്തുകള് പേരിന് ഭയങ്കര ഈശ്വരന്റെ നാമം ഉരുവിടുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. നാം ഹി ഭക്തി ഓർ മുക്തി കാ ദാത. പേരാണ് ഭക്തിയുടെയും മുക്തിയുടെയും ആധാരം എന്നവർ പറയുന്നു. മാനസിക ഭക്തി പർ ബൽ ദേത്തെ ഹെ ജോ പൂർണ്ണതാഹ ആഡംബർ വിഹീൻ ഹോതി ഹെ. അവർ മാനസികമായ ഭക്തിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. കൂടാതെ അവർ പൂർണ്ണമായും ആഡംബരമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളായിരുന്നു. നിർഗുൺ ഭക്തിമേ പ്രേമകോപി മഹത്താ വിധി. നിർഗുണ ഭക്തിയിൽ പ്രേമത്തിനും സ്നേഹത്തിനും വളരെയധികം സ്ഥാനമുണ്ട്.
जाति वर्ण के अंतर को दूर करके मानव मात्रा की एकता का प्रतिपादन करते हुए सामाजिक समरसता लाने का प्रयास किया है. ജാതി വർണ്ണ ഇതൊക്കെ കാരണം കൊണ്ട് മനുഷ്യന്മാര് പരസ്പരം വെറുക്കുന്നതിനെ ഒഴിവാക്കി ഒരു ഏകതയിൽ കൂടി ജീവിക്കാൻ വേണ്ടി സമൂഹത്തെ പ്രാപ്തരാക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചിരുന്നത്. ഇസ് ഭക്തിമേ സഹജ സാധന पर भी बल दिया. സഹജ സാധനയ്ക്കും ഇതിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. जिसने धार्मिक जीवन को दुरूहताओं को कम किया. ഇവർ ധാർമ്മിക ജീവിതം വഴി ഈ മതപരമായ ജീവിതത്തിന്റെ ഈ കഠിനതകളൊക്കെ ദൂരീകരിക്കാനാണ് ശ്രമിച്ചത്. हृदय की पवित्रता, आचरण की पवित्रता, वासनाओं से मुक्त गुरु कृपा से ही संभव है ऐसा നിർഗുണോപാസകവും का विश्वास. ഹൃദയത്തിന്റെ പവിത്രത, ആചരണത്തിന്റെ പവിത്രത, വാസനാവോക്കെ മുക്തി, ഗുരുകൃപാസെ ഗുരുവിലൂടെയുള്ള മുക്തി, ഇതിനൊക്കെയാണ് ഇവർ ഈ നിർഗുണോപാസകരിൽ അവരിതിലൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇത്രയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഈ പാഠത്തിൽ പറയുന്നത് നിർഗുണ ഭക്തി നിർഗുണ ഭക്തി ശാഖ എന്നുള്ള ഏകദേശ രൂപം നമുക്ക് കിട്ടി. ഈശ്വരന് രൂപമില്ല, അവര് രൂപമില്ലാത്ത ബ്രഹ്മാവിനെയാണ് ഈശ്വരനായി കണ്ടിരുന്നത്. ഗുരുവിന് കൊടുക്കുന്ന പ്രാധാന്യം, പിന്നെ ഹിന്ദു മുസ്ലിം ഏകത, മതത്തിൽ കാണുന്ന ജാതി വ്യവസ്ഥകളൊന്നും ഇല്ലാതിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ ചെറിയ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ പിന്നെ ഇതിന്റെ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഭക്തി കാൽ കെ നിർഗുൺ ഭക്തി ശാഖ का विभाजन पर विचार प्रस्तुत कीजिए. ഭക്തി കാലത്തിലെ നിർഗുണ ഭക്തി ശാഖയിലെ ആ വിഭജിച്ചിരിക്കുന്നതിനെ എക്സ്പ്ലനേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദി ഭക്തി കാൽ കെ നിർഗുൺ ഭക്തി കവി का परिचय दिए. ഹിന്ദി ഭക്തി കാലത്തിലെ നിർഗുണ കവികളെ പരിചയപ്പെടുത്താനാണ്, നമ്മുടെ കബീർദാസിനെ പോലെയുള്ളവരെ പരിചയപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നിർഗുൺ ഭക്തി का विधारा के अनुसार परमात्मा या ईश्वर अगोचर है. പിന്നെ അതിൽ ഒരു പോയിന്റ് തന്നെ നിർഗുണ ഭക്തിശാലയിലെ ഈശ്വരൻ എന്ന് പറയുന്നത് രൂപമില്ലാത്തവനാണ്. അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ. നിർഗുൺ ഭക്തിമേ പ്രേം കോപി വിശേഷമാണ്. നിർഗുണ ഭക്തിയിൽ പ്രേമത്തിനും ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. അതാണ് പ്രേമാശ്രയ ശാഖ. അതിനെ സൂഫി കവികളെ കുറിച്ചാണ് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. സോ ഈ പാഠം നന്നായി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. All the best. Thank you.